ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞാൽ ബീഹാർ ഗവൺമെന്റ് ഇത് അവരുടെ സ്റ്റേറ്റ് ഇ സ്പോർട്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ഫൈനൽസ് ആയിട്ടായിരുന്നു ആ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ മിനിസ്റ്ററും കാര്യങ്ങളൊക്കെ ആ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇവന്റിൽ തന്നെ ഒരു വലിയൊരു അനൗൺസ്മെന്റും അവർ നടത്തിയിരിക്കുകയാണ്. നാഷണൽ ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂണിൽ ബീഹാറിൽ വെച്ചിട്ട് അവർ നടത്തുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളോ ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല. നോർമൽ ലെവലിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ടീം എടുത്തിട്ട് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും നടത്തുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഇതിൻ്റെ ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നാഷണൽ ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് പെർഫോം ചെയ്യുന്ന ടീമുകളായിരിക്കും നമ്മളുടെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിമിലേക്ക് ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാഷണൽ ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു വർഷമാണ് നമ്മുടെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ആദ്യത്തെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് നടക്കാൻ പോകുന്നത്. അതിൽ ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുക, അവിടെ ഒരു മെഡൽ സ്വന്തമാക്കുക എന്ന് പറയുന്നത് വേറെ ലെവൽ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ത്രസ്റ്റും സാംസങ്ങും കൂടി ഇന്നലെ ഒരു ക്രിയേറ്റേഴ്സ് ലാൻ ഇവന്റ് ബാംഗ്ലൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. CODM-ലായിരുന്നു ഈ ഒരു ഇവന്റ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ BGMA-യിലായിരുന്നു. അതിന് തന്നെ നമ്മൾ മലയാളി ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ മലയാളി ക്രിയേറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഒറ്റ ദിവസത്തെ ലാൻ ഇവന്റ് ആയിരുന്നു. നമ്മളെ ടീം കാശ്മീരുടെ ആ ഒരു ടീമാണ് ആ ഒരു ലാൻ ഇവന്റിൽ കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിൻസോജിയൊക്കെ ടീമിന്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൗട്ട് ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഒരു ബിഗ് അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. നമുക്ക് PUBG മൊബൈലിന്റെ ഈ സ്പോർട്സിൽ ഉണ്ടാവുന്ന പോലെ തന്നെ BGMA-യിലും ഒരു വർഷത്തിൽ 4-5 ഒഫീഷ്യൽ ഇവന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് പൊതുവെ വർഷത്തിൽ BGIs-ഉം BMPS-ഉം അങ്ങനെ 2-3 ഇവന്റുകൾ മാത്രമേ ഒഫീഷ്യലായിട്ട് നമ്മളുടെ BGMA-യിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ ഒരു വർഷം 4-ൽ കൂടുതൽ ഇവന്റുകൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൾറെഡി BGIs-ഉം BMPS-ഉം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിൽ ഇനിയും ഒഫീഷ്യൽ ഇവന്റുകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇവന്റിനും നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് എന്നാണ് സ്കൗട്ട് ലൈവിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ വലിയൊരു കാര്യങ്ങൾ BGMA സ്പോർട്സിൽ വരുന്നുണ്ട്, നമുക്കത് നോക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് 1M ഒഫീഷ്യൽസ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 8-ബിറ്റിന്റെ വേറെ ലെവൽ ഡോമിനേഷനും കൺസിസ്റ്റൻസിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലത്തെ 6 മാച്ചുകളിൽ 4 ചിക്കൻ ഡിന്നറാണ് 8-ബിറ്റ് സ്വന്തമാക്കിയത്. മാച്ച് 2-ൽ 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 3-ൽ 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 4-ൽ 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. അപ്പം തന്നെ ഹാട്രിക് ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. അവിടെയും അവർ നിർത്തിയില്ല. ലാസ്റ്റ് മാച്ചിൽ 9 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. അങ്ങനെ 4 ചിക്കൻ ഡിന്നറാണ് ഇന്നലത്തെ 6 മാച്ചുകൾ അവർ സ്വന്തമാക്കിയത്. അങ്ങനെ ടോട്ടൽ 5 ചിക്കൻ ഡിന്നറോടുകൂടി 128 പോയിന്റുമായിട്ട് ആഷ് 1 പൊസിഷനിലാണ് 8-ബിറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ ടീം തമിഴാസ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ചിൽ തന്നെ 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്നലത്തെ 6 മാച്ചുകൾ 63 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 109 പോയിന്റുമായിട്ട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. തേർഡ് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 101 പോയിന്റുമായിട്ട്. നമ്മളെ കാർണിവൽ ഗെയിമിംഗ് 2ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വെറും 26 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ടോട്ടൽ 74 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മുടെ സൈറക്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിലും സൈറക്സിന് അത്ര നല്ലൊരു പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ന് സൈറക്സിന്റെ ഒരു കംബാക്ക് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാമായി. നമ്മളെ സോൾ നിൽക്കുന്ന 8ാം സ്ഥാനത്താണ് 64 പോയിന്റുമായിട്ട്. ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 8-ബിറ്റിലെ മാഫിയാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന 27 ഫിനിഷസുമായിട്ട്. അപ്പോൾ ഡേ 3 മാച്ചുകൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാബ്ലോയുടെ ടീമിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. പാബ്ലോ AOP ഇ സ്പോർട്സിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ആൾറെഡി ആ ഒരു ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ടോണിയും വിന്ററും മിസ്റ്റർ സ്പ്രേയും മെഗീസും ഒക്കെ ഈ ഒരു ടീമിലുണ്ട്. എന്തായാലും BGIs-ൽ ഈ ഒരു ടീമിന്റെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ഗെയിമുള്ള ഇൻഡസ് ബാറ്റിൽ റോയലിന്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ നാഷണൽ ക്വാളിഫയേഴ്സിന്റെ സെമി ഫൈനൽസ്
ടീം അവർ പുറത്തു വിട്ടിരിക്കുകയാണ്. നാഷണൽ ക്വാളിഫയേഴ്സിന് 10 ലക്ഷം രൂപ പ്രൈസ് പൂളും വരുന്നുണ്ട്. ഇതിൽ ടോപ്പ് ടീമുകളായിട്ടുള്ള ഗുജറാത്ത് ടൈഗേഴ്സ്, അതേപോലെ വിൻഗോഡ് തുടങ്ങിയുള്ള റെക്കനിങ് തുടങ്ങിയുള്ള ടീമുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഏകദേശം 20ഓളം ടീമുകളാണ് ഇതിലുള്ളത്. ഇതിൽ ഏതെങ്കിലും മലയാളി ടീമുകൾ അല്ലെങ്കിൽ മലയാളി പ്ലേയേഴ്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കേരളത്തിൽ നിന്നും ഏത് ടീമാണ് ഇതിൽ ക്വാളിഫൈ ആയി എത്തിയെന്ന് നമുക്കൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു നാഷണൽ ക്വാളിഫയേഴ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ T1 ഓർഗുകളുടെ പ്രോപ്പർ ഇവൻറ്റും കൂടി സ്റ്റാർട്ടാവും. അതിനുശേഷമാണ് ആ ഒരു 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ലാൻഡ് ഇവൻറ്റും നമ്മളെ ഇൻഡസിൽ നടക്കാൻ പോകുന്നത്. ആ ഒരു ഇവൻറ്റോട് കൂടിയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇൻഡസ് ബാറ്റിൽ റോയലിന് ഇന്ത്യയിൽ ഈ സ്പോർട്സിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.